G7 പിന്തുണ ഇസ്രയേലിന് സുരക്ഷിതമായി മാത്രം പ്രതികരിച്ച പാകിസ്ഥാൻ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന മട്ടിൽ റഷ്യയും ചൈനയും അങ്ങനെ ഇന്നലെ കണ്ട ഇറാനെ ഒറ്റപ്പെടുത്തുന്ന ലോക സാഹചര്യത്തിന്റെ മണിക്കൂറുകളിൽ നിന്ന് കഥ മാറുകയാണോ ഇന്ന് സംഘർഷത്തിന്റെ 6ാം ദിവസം പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ ഈ മണിക്കൂറുകളിൽ വ്യക്തമാകുന്ന ചിത്രത്തിൽ തെളിയുന്നത് പോര് തുടരുന്ന ഇസ്രയേലും ഇറാനും മാത്രമല്ല അമേരിക്ക യുദ്ധമുഖത്തേക്ക് എന്ന സൂചനകൾക്കൊപ്പം ഇറാനൊപ്പമാണെന്ന് ഇപ്പോൾ വ്യക്തമായി പറയുന്ന റഷ്യയും ചൈനയും കൂടിയാണ്. നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇസ്രയേലും ഇറാനും നേരിട്ട് യുദ്ധം ശക്തമാക്കുമ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ മാത്രമല്ല റഷ്യയുടെയും ചൈനയുടെയും നിലപാട് കൂടി നിർണായകമാകുന്നു. ഖമേനി കീഴടങ്ങുമെന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇപ്പുറത്ത് റഷ്യ. വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കാമെന്ന റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവിന്റെ പ്രസ്താവനയും ഇനി അനങ്ങാതെ നിൽക്കുകയല്ല റഷ്യയുടെ നയമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇറാന്റെ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ഉടമ്പടിയോടുള്ള പ്രതിബദ്ധത ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന് പറയുന്ന മോസ്കോ ലോകത്തിനു മുന്നിൽ ഇസ്രയേലിന്റെയും യുഎസിന്റെയും ആരോപണങ്ങൾ ഖണ്ഡിക്കുകയാണോ? ഇസ്രയേലിനൊപ്പം തോളോട് തോൾ ചേർന്ന് പൊരുതാൻ അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ ധൈര്യപ്പെടുമോ റഷ്യ? തോറ്റാലും കീഴടങ്ങില്ല, ശത്രുക്കളോട് ദയ വേണ്ടെന്ന അയത്തുള്ള അൽ ഖമേനിയുടെ പ്രതികരണവും വന്നിട്ട് നിമിഷങ്ങളാകുന്നതേയുള്ളൂ. ആരാണ് തകരുന്നത്? ആരാണ് ജയിക്കുന്നത്? പശ്ചിമേഷ്യ കാണാനിരിക്കുന്നത് യുദ്ധമാണോ അതോ സമാധാനമാണോ?